സ്തുതിച്ചു പാടിടും മഹിമാങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമാങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ സ്തുതിച്ചു പാടിടും. സ്തുതിച്ചു പാടിടും മഹിമാങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ സ്തുതിച്ചു പാടിടും. സ്തുതിച്ചു പാടിടും മഹിമാങ്ങേക്ക് എൻ കരങ്ങളെ ഉയർത്തി ഞാൻ അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ ആരാധിക്കും. വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ വരുന്നു നാഥ, വരുന്നു നാഥ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ ആരാധിക്കും. വരുന്നു പൂർണ്ണ ഹൃദയത്തോടെ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ Father, we love you, we worship and adore you. Father, we love you. Father, we love you, we worship and adore you. Glorify your
Jesus, we love you. We worship you, Yeshua. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ എല്ലാം മറന്ന് ഞങ്ങൾ അങ്ങിലേക്ക് നോക്കുക. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. കാബോദ്, എവിടെ കാബോദ് ഉയരുന്നോ അവിടെ കാബോദ് ഇറങ്ങി വരും. എവിടെ കർത്താവിനോടുള്ള ബഹുമാനം ഉയരുന്നോ, എവിടെ കർത്താവിനോടുള്ള സ്നേഹം ഉയരുന്നുവോ, എവിടെയാണോ മഹത്വത്തിന്റെ കാബോദ് വെളിപ്പെടുന്നത് അവിടെ കാബോദ് ഇറങ്ങി വരും. Jesus, we love you, we worship and adore you. Jesus, Jesus, we love you, we worship and ഒന്നുകൂടെ പാടുമ്പോ Jesus, we love you. Once again. Oh, Jesus, we love you. We love, we worship and we worship and adore Holy Jesus. Oh, Jesus, we love you. Worship, we worship and adore. Glorify thy name. Glorify your name in all the earth. We glorify your name. Glorify
നീയല്ലോ പിതാവ്, നീയല്ലോ രാജാവ്, നീയല്ലോ അങ്ങേപോലെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം എന്ന് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവർ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഗോസ്പൽ എന്തിനു വേണ്ടി നാം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ മഹത്വം നാം പ്രാപിക്കാൻ വേണ്ടിയാണ്, ഗ്ലോറിയെ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറയുകയാണ്, ഞങ്ങൾ എന്തിന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചു? ഞങ്ങൾ എന്തിനും അറിയിച്ചു എന്നതിനേക്കാൾ അപ്പുറം ഞങ്ങളെ കൊണ്ട് യേശു എന്തിന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചു? ആ പുത്രന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പങ്കാളികളായി വിളിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ്. We are selected for sharing the glory of the Son. പുത്രന്റെ മഹത്വത്തെ പങ്കിടാൻ വേണ്ടി നാം വിളിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ക്വാളിറ്റി നോക്കിയിട്ടല്ല നമ്മൾ നോക്കിയാൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നക്കാരായിരിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ അങ്ങനെയാണ്, നമ്മുടെ സ്വഭാവം നോക്കിയാൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നക്കാരായിരിക്കും. പക്ഷെ അതൊന്നും നോക്കിയല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മുടെ ഏത് സാഹചര്യത്തിൽ തകർച്ചയായാലും വേദനയായാലും ഉടഞ്ഞു പോയതായാലും യേശു കൂടെയുണ്ട്. ഞാൻ ഓർക്കപ്പെട്ട് കിടന്ന്, ഞാൻ ഉടഞ്ഞു പോയി കിടന്ന്, ഞാൻ ഓർക്കപ്പെട്ട് കിടന്ന്, എന്നെ ഓട്ടി சேர்க்க நீங்க வந்தது நான் மறக்கலை, என் கண்ணீரை நீங்க தொடச்சு விட்டு நான் மறக்கலை. തകർന്നു പോയി കിടന്നായിരിക്കും, ഉടഞ്ഞു പോയതായിരിക്കും, ലോകക്കാർ പറയുന്നതെല്ലാം അവസാനിച്ചു. പക്ഷെ കർത്താവ് പറയുന്നു, പുത്രന്റെ മഹത്വം എനിക്ക് നീയുമായി പങ്കിടണം. ലോകക്കാരുടെ ഭാഷയിൽ നീ എല്ലാം നശിച്ചവൻ, അല്ലെങ്കിൽ നശിച്ചൊരു ജനറേഷൻ ജീവിച്ച മകൻ, എന്റെ കുടുംബത്തിന് വേണ്ടാത്തവരായിരുന്നു എന്നൊക്കെ പല വാക്കുകൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞായിരിക്കും. പക്ഷെ നിങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ സത്യം ഈ മഹത്വം നാമുമായി പങ്കിടാൻ വേണ്ടിയാണ്. കർത്താവിന്റെ മഹത്വം, സുവിശേഷം നാം കേട്ടത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്നതിനേക്കാൾ അതല്ല വാസ്തവം. വാസ്തവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മകൻ എന്ന പദവി ഷെയർ ഇടാം, ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയെ പങ്കിടാം. അവൻ നമ്മെ സെലക്ട് ചെയ്തു. ആരും ഇല്ലാത്തപ്പോഴും യേശുവിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പണം നോക്കിയല്ല യേശു സെലക്ട് ചെയ്യുന്നത്, കുടുംബം നോക്കിയല്ല യേശു സെലക്ട് ചെയ്യുന്നത്. യേശുവിന് വേണ്ടി ഹൃദയം തുറക്കുന്ന ആരുണ്ടോ അവൻ യേശു അരികിൽ വരും. യേശുവിന്റെ ഹൃദയം തുറക്കും. അവൻ എത്ര കൊടുംപാപിയായിരുന്നാലും, ദാവീദിനെ നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റും. ദാവീദ് ഏറ്റവും വലിയ പ്രശ്നക്കാരനായിരുന്നു, പക്ഷേ ബൈബിൾ പറയുന്ന അവൻ ഹൃദയപ്രകാരമായ മനുഷ്യനാണ്. ആരാണോ ദൈവത്തിന്റെ മുമ്പിൽ ഹൃദയം തുറക്കുന്നത് അവന് വേണ്ടി യേശു പറഞ്ഞു. പണോ ഇല്ലാമ, മുഖവരി ഇല്ലാമ, തനിമയില്ലാതെ നീ മറക്കലേ. പണോ ഇല്ലാമ, മുഖവരി ഇല്ലാമ, തനിമയില്ലാതെ നീ പണോ ഇല്ലാതെ, പണോ ഇല്ലാമ, മുഖവരിയിൽ തനിമയില്ല, തനിമയിൽ നീ മറക്കും. കസുപണോ ഇല്ലാമേ, മുഖവരിയില്ലാമേ,
சேர்க்க நீங்க வந்தது நான் மறக்கலையே. என் கண்ணீரை நீங்க தொடச்சு விட்டது. நான் உடைஞ்சு போய் கிடந்த, நான் நொறுக்கப்பட்டு கிடந்த, என்னை ஒட்டி சேர்க்க நீங்க வந்தது நான். என் கண்ணீரையே, என் கண்ணீர், நான் உடைஞ்சு போய் கிடந்த போல், நான் உடைஞ்சு போய் கிடந்த, நான் நொறுக்கப்பட்டு கிடந்த, என்னை ஒட்டி சேர்க்க நீங்க வந்தது நான் மறக்கல. கண்ணீரை நீங்க தொடச்சு விட்டது நான் மறக்கல. உம்மை ஆராதித்தேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாள், உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த. உம்மை பாட உம்மை புகழ ஒரு நாள், உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவு பத்தலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவு. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவு. உம்மை ஆராதிப்பேன் அழகே, உம்மை பாட உம்மை புகழ ஒரு நாவு. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் உம்மை விட அழக இன்னும் கண்டுபிடி. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் இயேசுவை போல அழகு இன்னும். நான் உங்களை மறந்த போது நீங்க என்னை மறக்கவில்லை. நான் கீழே விழுந்தும் நீங்க என் വിട്ടു കൊടുക്കലയേ. മനുഷ്യൻ മറക്കും, പക്ഷെ അവൻ ഉയർത്താൻ മറക്കത്തില്ല. ഓഹോ 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 நான் உங்களை மறந்த போது நீங்க என்னை மறக்கவில்லை. நான் கீழே விழுந்தும் വിട്ടു കൊടുക്കലയേ. മനുഷ്യൻ മറന്നു ഞാൻ വീണുപോയി എന്നതാണ് വാസ്തവം. എനിക്ക് വീഴ്ച സംഭവിച്ചു എന്നത് വാസ്തവമാണ്. പക്ഷെ യേശുവിന്റെ പ്രത്യേകത, അവൻ വീണുപോയെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവനല്ല. വീണു എന്നതാണ് സത്യം. പക്ഷെ എനിക്ക് നിന്നെ വിടാൻ കഴിയത്തില്ല, എനിക്ക് നിന്നെ പിരിയാൻ കഴിയത്തില്ല. നീ വീണത് എന്റെ വിഷയമല്ലെന്ന് പറഞ്ഞ് ചേർന്ന് വരുന്നവൻ. യേശുവിനെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാതെ വരുന്നവനാണ് യേശു. എന്തിനു വേണ്ടിയാ വരുന്നേ? ആ പുത്രത്വത്തിന്റെ അതേ മഹത്വം പങ്കിടാൻ. நான் உங்களை மறந்த போது நீங்க என்னை மறக்கவில்லை. நான் கீழே விழுந்தும் நீங்க என் விட்டு கொடுக்கலையே. മനുഷ്യൻ പറയും അവൻ വീണു, അവൻ പോയി, പക്ഷെ അവൻ വിട്ടുകൊടുക്കത്തില്ല. நான் உங்களை மறந்த போது நீங்க என்னை மறக்கவில்லை. நான் கீழே விழுந்தும் நீங்க விட்டு கொடுக்கலையே. மனுஷன் மறந்தும் நீங்க துக்கம் மறக்கலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவு. உம்மை ஆராதிப்பேன் அழகே, உம்மை பாட உம்மை புகழ ஒரு நாவு. உம்மை ஆராதிப்பேன், என்னை மன்னிக்க வந்த அழகே.
பணம் இல்லாம முகவரி இல்லாம தனிமை நான் அழுதது நீ மறக்கலையே. காசு பணம் இல்லாம முகவரி இல்லாம தனிமை நான் அழுதது நீ நான் உடைஞ்சு போய் கிடந்த நான் நொறுக்கப்பட்டு கிடந்த என்னை ஒட்டி சேர்க்க நீங்க வந்தது ஞாபகம். ஓஹோ என் கண்ணீரை நீங்க தொடச்சு விட்டத நான் உடைஞ்சு போய் கிடந்தேன். நான் உடைஞ்சு போய் கிடந்தேன் நான் நொறுக்கப்பட்டு ஓ என்னை ஒட்டி சேர்க்க நீங்க வந்தது மறக்கலையப்பா. என் கண்ணீரை நீங்க தொடச்சு விட்டத நான் உடைஞ்சு போய் கிடந்தேன். நான் உடைஞ்சு போய் கிடந்தேன் நான் நொறுக்கப்பட்டு கிடந்தேன் என்னை ஒட்டி சேர்க்க நீங்க வந்தத நான் மறக்கலை. என் கண்ணீரை நீங்க தொடச்சு விட்டத நான் மறக்கலை. വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറാത്തവൻ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈ മാറുകില്ല മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും ഒരിക്കലും മാറാത്തവൻ യേശുവാ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറാത്തവൻ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറാത്തവൻ യേശുവാ ഓഹോ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ഒരിക്കലും മാറാത്ത കർത്താവ് യേശുവാ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറാത്തവൻ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ലവൻ മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈ മാറുകില്ലവൻ മാറുകില്ല വാക്കുമാറുകില്ല. യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മാറത്തില്ല. അവന്റെ പുത്രന്റെ സാദൃശ്യം പങ്കിടണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാളിലും മാറുകില്ല വാക്കുമാറുകില്ല
എത്രയാനന്ദം ഈ ജീവിതം, വീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദമേ, എത്രയാനന്ദം ഈ ജീവിതം, വീതി തെല്ലുമില്ല ജീവിതം. കാവലിനാൻ തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും. പാടുവൻ ജീവിത നാൾ നന്ദിയോടെ സ്തുതിച്ചിടും. എത്രയാനന്ദമേ, എത്രയാനന്ദം ഈ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദം, എത്രയാനന്ദം ഈ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദം, എത്രയാനന്ദം ഈ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനാ തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നപ്പോഴും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും. നന്ദിയോടെ നന്ദിയോടെ പാടുവൻ ഓരാസായതേ. ഉമ്മയെ ആരാധിപ്പേൻ അഴകേ, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாமம். உம்மையே ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு உம்மையே ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு കാവലിനാ തന്റെ ദൂതരന്റെ ചുറ്റും ചുറ്റും ദൂതന്മാരെ കണ്ടുകൊണ്ട്. കാവലിനാ തന്റെ ദൂതരന്റെ ചുറ്റും ദൂതന്മാരെ കാണുന്നവർ പാടുവൻ ജീവിത നാളുകൾ നന്ദിയോടെ സ്തുതിച്ചിടും. പാടുവൻ ജീവിത നാളുകൾ നന്ദിയോടെ സ്തുതിച്ചിടും. കാവലിനാ തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നപ്പോഴും. കാവലിനാ തന്റെ ദൂതരന്റെ ചുറ്റും ചുറ്റുമുള്ള ദൂത സൈന്യത്തെ കാണുന്നവെന്ന് പാടി. ഓ കാവലിനാ തന്റെ ദൂതർ ചുറ്റും എപ്പോഴും കാവലിനാൻ
ചുറ്റും നോക്കിക്കൊണ്ടെന്ന് പാടാമോ? എന്റെ ചുറ്റും ദൂത സൈന്യമുണ്ടെന്ന്. എന്തിനാണെന്നറിയോ ചുറ്റും ദൂത സൈന്യം നിൽക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ദൂതന്മാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നതിന്റെയും ജാഗരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ദൂതന്മാരുടെ കർത്താവ്, the Lord of angel armies, the Lord of host, സൈന്യത്തിന്റെ അധിപൻ, മഹത്വത്തിന്റെ രാജാവ് അകത്തിരിക്കുമ്പോൾ അതിന്റെ സൈന്യം ചുറ്റും നിൽക്കാതെ പിന്നെ എവിടെ പോകും? The King of Glory നമ്മുടെ അകത്തിരിക്കുമ്പോൾ അവന്റെ സൈന്യമാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്നത്. മഹത്വത്തിന്റെ രാജാവ് നമ്മുടെ അകത്തിരിക്കുമ്പോൾ ആ രാജാവിന്റെ സൈന്യം നമ്മുടെ ചുറ്റുമുണ്ട്. അവൻ നമ്മെ കാവലിന്ന് അതിനർത്ഥം കർത്താവ് നമ്മുടെ അകത്തുണ്ടെന്ന. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം ആ കർത്താവ് നമ്മുടെ അകത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. ചുറ്റും ജാഗരിക്കും എപ്പോഴും ചേർന്ന് പാടുമേ. പാടുവൻ ജീവിത നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത അറിവിൽ, ഈ ബോധത്തിൽ നാം പാടുമ്പോൾ സൂര്യനിൽ നിന്നും എങ്ങനെ സൂര്യന്റെ പ്രഭ ജ്വലിക്കുന്നു, the radiance of sun, സൂര്യന്റെ പ്രഭ എങ്ങനെ ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും സൂര്യനിൽ നിന്ന് ചലിക്കുന്നത് പോലെ ഈ മഹത്വത്തിന്റെ പ്രഭ നമ്മിൽ നിന്ന് ചലിക്കാൻ തുടങ്ങും. the radiance of glory, മഹത്വത്തിന്റെ പ്രഭ, മഹത്വത്തിന്റെ ഉജ്ജ്വലനം നമ്മിൽ നിന്ന് പ്രകടമാകാൻ തുടങ്ങും. എൻ്റെ കർത്താവ് എൻ്റെ അകത്തിരിക്കുകയാണ്. ഭൂലോകത്തെ നിർമ്മിച്ചവൻ എൻ്റെ അകത്തിരിക്കുകയാണ്. ഒരിക്കലും വാക്കും മാറാത്ത കർത്താവ്. അതുകൊണ്ടാണ് ഹബക്കുക്ക് പ്രവചനം എഴുതിയത്. നീ എന്താണ് വെളിപ്പെടാൻ പോകുന്നത് എഴുതി വെക്കണം. പ്രവചനം എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ഞാൻ പറയുന്ന കാര്യം നീ എഴുതി വെക്കണം. പ്രവചനം നന്നായി വരയ്ക്കണമെന്ന് മലയാളം ബൈബിൾ പറയുമ്പോൾ വായിക്കത്തക്ക രീതിയിൽ വലുതായി എഴുതുക. അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാക്യം കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. അതിനുശേഷം എഴുതിയിരിക്കുന്ന വാക്ക് എന്തെന്നറിയോ? ഭൂമി മുഴുവൻ മഹത്വത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ, കേട്ടില്ല, സമുദ്രത്തിൽ എങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുന്നുവോ, ഹബക്കുക്ക് 2-ാം അധ്യായം സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കും. ഇതാണ് ഹബക്കുക്ക് പ്രവാചകൻ എഴുതുന്നത്. സമയം നഷ്ടപ്പെട്ടിട്ടില്ല. സമയം അതിന്റെ സമാപ്തിയിലേക്ക് പോകുന്നത്, അപ്പോയിന്റഡ് ടൈമിലേക്ക് സമയം പോവുകയാണ്. അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം ഇതാണ്: എങ്ങനെ സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുമോ അതുപോലെ ഭൂമിയിൽ മഹത്വത്തിന്റെ പരിജ്ഞാനം. എന്തിന് ദൈവം ഈ തലമുറയെ നമ്മെ നിർത്തിയിരിക്കുന്നു? ഈ ഭൂമി മുഴുവൻ മഹത്വത്തെ വെളിപ്പെടുത്താനാണ്. ന്യൂ ഇയറിലേക്ക് കയറിയപ്പോൾ ആരും അറിയാതെ ഒരു വാക്ക് പെട്ടെന്ന് കർത്താവ് പറഞ്ഞു: പ്രകൃതിക്ക് ദൈവം സ്വാതന്ത്ര്യം കൊടുക്കും. ഹല്ലേലൂയ. പ്രകൃതിക്ക് എന്ത് ചെയ്യും? ഇത് കഴിഞ്ഞ ദിവസം ഞാനൊരു അഭിഷേകനുമായി ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം: ഓരോന്നിനും ഓരോ ഡെസ്റ്റിനി ഉണ്ട്. എന്തുകൊണ്ട്? ഡെസ്റ്റിനി ഉണ്ട്. എന്നെ നിർമ്മിച്ചതിന് എനിക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. എന്ന് നാം അതിന്റെ കറക്റ്റ് റിയൽ അറിയുമോ അന്ന് അതിന്റെ പൂർണ്ണതയാകുന്നത്. ഒരു ചെറിയ വിത്തിടുമ്പോൾ ആ വിത്തിനൊരു ഡെസ്റ്റിനി ഉണ്ട്. അത് കായ്ച്ച നല്ല ഫലം കൊടുക്കണം. നല്ല മധുരമുള്ളതും ആരോഗ്യം കൊടുക്കുന്നതുമായ ഫലം കൊടുക്കണം. അതെന്റെ ഡെസ്റ്റിനിയാണ്.
ഇതുപോലെ എല്ലാത്തിനും, ഭൂമിയിലുള്ള എല്ലാ സംഭവങ്ങൾക്കും. അതിനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ മനോഹരമെന്ന് ദൈവം പറഞ്ഞത്. ആ ഡെസ്റ്റിനിയിൽ എന്ന് നാം കയറുമോ, ആ ഡെസ്റ്റിനി എന്ന് നാമായി മാറുമോ, അവിടെയാണ് യഥാർത്ഥ ഗോഡിന്റെ പർപ്പസ്, ദൈവത്തിന്റെ പർപ്പസ് വെളിപ്പെടുന്നത്. ആ ഡെസ്റ്റിനി വരുമ്പോഴാണ്. നമ്മളെല്ലാം കഴിക്കുന്നൊരു പഴമാണ് ഏത്തൻ പഴം. ഭയങ്കര ആരോഗ്യമാണ്, പ്രോട്ടീൻ റിച്ച് ആണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന പഴമാണ്. നിങ്ങൾക്കറിയോ അത് എവിടെ നിന്നാണ് അതിന്റെ ഉദ്ഭവം എന്ന്? ആർക്കും അറിയോ അതിന്റെ ഉദ്ഭവം എവിടെ നിന്നാണ്? അതിന് മുമ്പ് വരെയും പച്ച കളർ പഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭൂമി. അതിന്റെ ഉദ്ഭവം എവിടെ നിന്നറിയോ? ഇസ്രായേലിൽ നിന്നാണ്. എന്ന് ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങാൻ തുടങ്ങിയോ, പ്രകൃതി അതിന്റെ യഥാർത്ഥ ഡെസ്റ്റിനിയെ വെളിപ്പെടുത്താൻ തുടങ്ങി. ഇത് നാം കഴിക്കുന്ന ഏത്തപ്പഴത്തിന്റെ യഥാർത്ഥ ഉദ്ഭവം എന്ന് പറയുന്നത് യെരൂശലേമിലാണ്. അവിടെ ഉണ്ടായ കാര്യമാണ്. എന്ന് അതുകൊണ്ടാണ് റോമർക്ക് ലേഖനം 8-ാം അധ്യായം പറയുന്നത്, ദൈവപുത്രന്മാർ എന്ന് വെളിപ്പെടുവോ അന്ന് പ്രകൃതിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. ഇതുവരെ നാം അടുത്ത് കാണുന്നൊന്നും അതിന്റെ യഥാർത്ഥ ഡെസ്റ്റിനി വെളിപ്പെട്ടിട്ടില്ല. അതിന്റെ ഡെസ്റ്റിനിയെ തുറക്കാൻ കഴിയുന്നത് മഹത്വം കൊണ്ട് നടക്കുന്നവരാണ്. ആ രാജാവിനെ അകത്ത് വസിപ്പിച്ചിരിക്കുന്നവരാണ്. ചുറ്റും ദൂതന്മാരെ കാണാൻ കഴിയുന്നുണ്ടോ? ഞായറാഴ്ച മാത്രമല്ല, മീറ്റിംഗിൽ മാത്രമല്ല, 24 മണിക്കൂറും തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നപ്പോൾ. എന്താ ജാഗരിക്കുക എന്ന് പറഞ്ഞ? വെറുതെ പാട്ട് അറിയാവുന്നതുകൊണ്ട് പാടരുത്. ചുറ്റും നിന്ന് ജാഗരിക്കുകയാണ്. അതിന്റെ അർത്ഥം നിന്റെ വായിൽ നിന്നും ഒരു വാക്ക് വരാൻ വേണ്ടി ദൂതന്മാർ വെയിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അഭിഷേകൻ പറഞ്ഞു, അൺഎംപ്ലോയിഡ് ആയിരിക്കുന്ന ദൂതന്മാർക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് നമ്മൾ കൊടുക്കാൻ പോവാണ്. ഒത്തിരി വർഷങ്ങളായി ഒരു വാക്കെങ്കിലും ഇവൻ പറഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു ദൂതന്മാർ ചുറ്റും ജാഗരിച്ചിരിക്കുകയാണ്. മഹത്വത്തിന്റെ രാജാവ് അകത്തിരിക്കുമ്പോൾ ആ രാജാവിന്റെ വായ എന്ന് പറയുന്നത് നാമാണ്. മഹത്വത്തിന്റെ രാജാവ് അകത്തിരിക്കുമ്പോൾ ആ രാജാവിന്റെ കൈ എന്ന് പറഞ്ഞാൽ എന്റെ കൈയാണ്. മഹത്വത്തിന്റെ രാജാവ് അകത്തിരിക്കുമ്പോൾ ആ കാലെന്ന് പറഞ്ഞാൽ എന്റെ കാലാണ്. ദൂതന്മാർ വെയിറ്റ് ചെയ്യാണ്, ഇവൻ എന്ന് പറയും. അതിനുവേണ്ടി ദൂതന്മാർ ജാഗരിക്കുകയാണ്. ഒരു വാക്ക് നിന്റെ ആദരത്തിൽ നിന്നും വരാൻ, ഒരു വാക്ക് ഈ ബോധ്യത്തിൽ നിന്നും വെളിപ്പെടാൻ, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ദൂതന്മാർ പുറപ്പെടാൻ ആരംഭിക്കും. തന്റെ ദൂതരന്റെ ജാഗരി കണ്ടുകൊണ്ട് പാടാമോ? എന്റെ കാവലിന തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്ന പാടുമേ പാടുവൻ ജീവിത നാൾ നന്ദിയോടെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പോയി ഹബക്കൂക്ക് പ്രവചനം ഒന്ന് വായിച്ചു നോക്കണം. മഹാവ്യാധി ഉണ്ടാകുമെന്നും എല്ലാം പറയുന്നുണ്ട്. വ്യാധിയുടെ മുമ്പിൽ കൂടെ നടക്കുമെന്നും ദൈവം ബലവാന്മാരെ എഴുന്നേൽപ്പിക്കുമെന്നും ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ വാക്ക് ഇതെല്ലാം സംഭവിക്കുമ്പോഴും സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ ദൈവ മഹത്വത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. ഗ്ലോറിയുടെ വിഷ്ണത്താൽ, ഗ്ലോറിയുടെ നോളജിനാൽ, ഗോഡ്സ് ഗ്ലോറിയുടെ നോളജിനാൽ ഭൂമി മുഴുവൻ നിറയും. ആ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറാത്തവൻ, മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്ത മാറാത്തവൻ, മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്ത മാറാത്തവൻ, മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്ത മാറാത്തവൻ, വാക്കുമാറാത്തവൻ,
എപ്പോഴും എന്റെ കൂടെയുണ്ടെന്ന്, ഒരിക്കലും പിരിയാത്തവനായി കൂടെയുണ്ടെന്ന്. അവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിൽ കൈവിടില്ല. മാറുകില്ലവൻ, മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും. ചേർന്ന് കൊണ്ട് നമുക്ക് ആ പദം മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. ഒരുമിച്ച് പറയുക. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. എത്രയാനന്ദമേ, എത്രയാനന്ദം ഈ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദം ഈ ജീവിതം, ഭീതി തെല്ലുമില്ല. കാരണം എന്റെ കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും. എപ്പോൾ കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരി. എപ്പോഴും പാടുവൻ ജീവിതകാലമില്ല, നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. യേശുവേ പാടുവൻ ജീവിതകാലമില്ല, നന്ദിയോടെ സ്തുതിച്ചു പാടുമേ. പാടുവൻ ജീവിതകാലമില്ല, നന്ദിയോടെ. ചേർന്ന് പറഞ്ഞ് ഓ പാടുവൻ ജീവിതകാലമില്ല, നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമേ, പാടുവൻ ജീവിതകാലമില്ല, നന്ദിയോടെ. തുണയാക യാരും ഇன்று துடித்தேனே, துக்கத்தோടെ அங்கும் இங்கும் தெரிந்தேனே. என்னுடைய கதறலை கேட்டீரே, தூரத்தில் இருந்தென்னை கண்டீரே. என்னுடைய கதறலை கேட்டீரே, தூரத்தில் நீ என்னையும் நீ கண்டீரே. நீரே என்னை தேடி ஓடி வந்தீரே, நேசல் எனது ஜீவன் பாதுகாத்தீரே. நீரே என்னை தேடி ஓடி வந்தீரே, நேசல் எனது காத்து ஜீவன் காத்தீரே.
നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. വിശ്വസ്തനവൻ വീരനാണവൻ. മാർവിൽ ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ വീരനാണവൻ. ഹോസ എന്റെ ഉപനിധി എന്റെ ഓഹരിയെ അങ്ങന്റെ നിക്ഷേപമേ എന്റെ ആശ്രയമേ എന്റെ മറവിടമേ എന്നെന്നും സങ്കേതമേ എന്റെ ഉപനിധിയെ എന്റെ ഓഹരിയെ അങ്ങന്റെ നിക്ഷേപമേ എന്റെ ആശ്രയമേ എന്റെ മറവിടമേ എന്നെന്നും സങ്കേതമേ. മാർവിൽ ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ വീരനാണവൻ. മാർവിൽ ചാരിടാം എല്ലാം പറയാം. വിശ്വസ്തനവൻ വീരനാണവൻ. Hosanna, Hosanna, Hosanna.
the Holy of Holies. I enter through the blood of the Lamb. I enter to worship you only. I enter to honor. I enter to the Holy Holies. I enter through the blood of the Lamb. I enter to worship you only. I enter to honor. I am. Lord, I worship you. I worship you. Lord, I worship you. I worship you. For your name is holy. You are holy, Lord. For your name is holy, holy, Lord. For your name is holy. For your name is holy. You are holy. Oh, നിന്റെ നാമം പരിശുദ്ധം. ഓ പരിശുദ്ധം യേശുവേ. അതിപരിശുദ്ധ സ്ഥലത്തിലെ പ്രവേശിക്കുന്നു കുഞ്ഞാടിൻ രക്തത്തിനാ. അങ്ങേ ആരാധിപ്പാൻ മാത്രമായി വന്നിടുന്നു ഞാനാകുന്നവരെ ആരാധിക്കുന്നു. അതിപരിശുദ്ധ സ്ഥലത്തിലെ പ്രവേശിക്കുന്നു കുഞ്ഞാടിൻ രക്തത്തിനാ. ആരാധിപ്പാൻ മാത്രമായി വന്നിടുന്നു ഞാനാകുന്നവരെ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധി. Lord, we worship you, Lord. അങ്ങേ അങ്ങേ ആരാധിക്കുന്നു. നിന്റെ നാമം പരിശുദ്ധം. ഓ പരിശുദ്ധം യേശുവേ. നിന്റെ നാമം പരിശുദ്ധം. ഓ പരിശുദ്ധം യേശുവേ. കെരൂബുകളും സറാഫുകളും നിത്യവും സ്തുതിച്ചിടുന്ന സൈന്യത്തിൻ നായകനെ മഹിമയ്ക്കു നീ യോഗ്യനേ. മാനവും
പരിശുദ്ധനെ പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ സർവവ്യാപിയെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധനെ പരിശുദ്ധനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ സർവവ്യാപിയെ അങ്ങേ പരിശുദ്ധനെ 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 അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ സർവവ്യാപിയെ അങ്ങേ പരിശുദ്ധനെ 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 അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ നിന്റെ നാമം പരിശുദ്ധൻ. ഓഹോ പരിശുദ്ധൻ യേശുവേ. For your name is holy. Your name is holy. Yeshua. So holy. Your name is holy. അങ്ങേക്കു തുല്യൻ ആരും ഇല്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണെൻ ദൈവമേ എൻ പിതാവേ. അങ്ങേക്കു തുല്യൻ ആരും ഇല്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നേ. നീയാണെൻ ദൈവമേ എൻ പിതാവ്. ഗ്ലോറി ഉള്ളിടത്ത് ആരാധനയാണുള്ളത്. Where is the glory, there is worship. മഹത്വം വസിക്കുന്നത് ദൈവം വസിക്കുന്ന സ്ഥലത്താണ്. മഹത്വത്തിൽ എപ്പോഴും worship ആരാധനയാണ്. അങ്ങേക്ക് തുല്യനായ ആരുമില്ല. എന്റെ യേശുവിൻ നാമത്തിൽ ആരാധന. രാജാധിരാജാവിൻ ആരാധന.
യോഗ്യൻ നീയേ. പാടുന്നു ഞാനങ്ങേ ആരാധന, യേശുവിൻ നാമത്തിൽ ആരാധന. രാജാധിരാജാവി ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാനങ്ങേ ആരാധന. ഹല്ലേലൂയ, 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 കരുണയിൻ കരത്താൽ കാക്കുന്നവൻ, പുതുവഴി ഒരുക്കി കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നും താങ്ങുന്നവൻ, കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നും താങ്ങുന്നവൻ. ശബ്ദങ്ങൾ എനിക്കേറെ വേണം വിശ്വാസ ജീവിതത്തിലെന്നും, നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ വേറെ വേണം അപ്പ, അധികമായി ഞങ്ങൾക്ക് വേണം ഈ വിശ്വാസത്തിൽ നിൽക്കുവാൻ. ഹബക്കൂക്ക് അവിടെ എഴുതിയിരിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് പ്രവചനം പറയുകയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. The righteous people will live by faith. വിശ്വാസത്താൽ